ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടൈനി വ്ളോഗ്സ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളൊരു വ്ളോഗുമായിട്ട് എത്തുന്നത്. ഇത്തവണ നമ്മൾ പോകുന്നത് വർക്കലയിലുള്ള സംസാര ഹാർമണി ബീച്ച് റിസോർട്ടിലോട്ടാണ്. അപ്പം ഞങ്ങൾ ആയൂരിൽ നിന്നാണ് പോകുന്നത്. ആയൂരിൽ നിന്ന് ചടയമംഗലം റൂട്ടാണ് വർക്കലയിലോട്ട് പോകുന്നത്. നമ്മളൊരു രാവിലെ ഒരു 9-9:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളൊരു 4 പേരും 2 കുട്ടികളും. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ചടയമംഗലം റൂട്ടിലാണ് കേട്ടോ. അപ്പം പോകുന്ന വഴി നമുക്ക് ചടയമംഗലം ജടായു പാറയൊക്കെ കാണാം. നമുക്കറിയാമല്ലോ, ജടായു പാറ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചർ, ഒരു പക്ഷിയുടെ ജടായു പക്ഷിയുടെ പ്രതിമ ഉണ്ടാക്കിയേക്കുന്ന ജടായു പാറയാണ് നിങ്ങളീ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്നും. എല്ലാവരും ഒരിക്കലും അവിടെ പോയി നോക്കണം കേട്ടോ. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മൾ സംസാര ഹാർമണി ബീച്ച് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് വർക്കല എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പേര് വർക്കലയെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. ഈ സമ്മർ സീസണിൽ ഈ വർക്കലയിൽ പോകുന്നത് അത്ര നല്ല ഐഡിയ ആണോ എന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം ഇതുപോലെ നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് വെള്ളത്തിൽ കിടന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല അടിപൊളി ഒരു പൂളുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഓരോരോ കോട്ടേജസ് ആയിട്ടാണ് വീടുകൾ, ഓരോരോ ചെറിയ ചെറിയ കോട്ടേജസ് ആയിരുന്നു അവിടെ. നല്ല ഭംഗിയുള്ളൊരു റിസോർട്ടായിരുന്നു. പൂളാണെങ്കിലും അവിടുത്തെ സർവീസ് ആയിരുന്നെങ്കിലും റൂംസ് ആണെങ്കിലും എല്ലാം വളരെ മനോഹരമായിരുന്നു. നമുക്ക് ആ റൂമൊന്ന് കാണാം. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന റൂം. നമുക്ക് റൂമൊന്ന് കാണാം. ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു നമ്മുടെ ചെക്ക് ഇൻ കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. എന്നാലും നമ്മൾ ആ റിസോർട്ടും പരിസര പ്രദേശങ്ങളും എല്ലാം ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി. തൊട്ടടുത്ത് തന്നെ മറ്റ് റിസോർട്ടുകളൊക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളുടെ റൂമിലിരുന്നാലും കടലിൻ്റെ ഇരമ്പിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഇവർക്ക് ഈ ബീച്ച് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ബീച്ചാണല്ലോ, അങ്ങനെ മറ്റുള്ള ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമ്മുടെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു ആ റിസോർട്ടിലെന്ന് പറയുന്നത്. പിന്നെ അവർക്ക് നമ്മുടെ കടലിനെ ഫേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡൈനിങ് ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും വെറുതെ വന്ന് സൊറ പറഞ്ഞിരിക്കാനാണെങ്കിലും കടൽ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ലൊരു ഡൈനിങ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഫുഡ് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തു കേട്ടോ. അവിടെ ഉച്ചയ്ക്ക് നമുക്ക് വേണ്ടിയിട്ടൊന്നും കരുതിയിട്ടില്ലായിരുന്നു. അവിടെ ആക്ച്വലി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ സ്വിഗ്ഗിയിൽ നിന്ന് ജസ്റ്റ് നല്ല അടിപൊളി മന്തിയൊക്കെ ഓർഡർ ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിള്ളേർ അപ്പം തൊട്ടേ പൂളിൽ ചാടണമെന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. കഴിച്ച ഉടനെ തന്നെ അമ്മമാരെ 2 പേരും നമ്മൾ പൂളിലോട്ട് എടുത്തിട്ടേക്കാണ്. 2 പേരും അടിപൊളിയായിട്ട് കളിച്ച് മറിയാണ് അവിടെ. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് മീറ്റപ്പ് ഉണ്ടായിരുന്നു. അവരെ കാണാനായിട്ട് ഞങ്ങൾ വർക്കല ക്ലിഫിലോട്ട് പുറപ്പെടാനായിട്ട് റെഡിയായി. പിള്ളേർ 2 പേരും നല്ല ഉറക്കമായി. 2-3 മണിക്കൂർ പൂളി കിടന്നപ്പോഴത്തേനും ആകെ ക്ഷീണിച്ച് 2 പേരും ഉറക്കമായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വർക്കല ക്ലിഫിലോട്ട് പുറപ്പെട്ടു. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ അറബിക്കടലിനോട് ചേർന്ന് പാറക്കെട്ടുകൾ കാണപ്പെടുന്ന ഏക ഒരു സ്ഥലം വർക്കലയാണ്. അതുപോലെ വ്യൂ ആണ് അവിടുത്തെ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ വർക്കലയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വൈഷ്ണവ ആരാധനാലയം, ഏകദേശം 2500 വർഷം പഴക്കമുള്ളൊരു വൈഷ്ണവ ആരാധനാലയം ഈ വർക്കലയിലാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദു മതാചാരപ്രകാരമുള്ള വാവുബലി നടത്തപ്പെടുന്ന പാപനാശ തീരം ഉള്ളതും നമ്മുടെ വർക്കലയിലാണ്. ദക്ഷിണകാശി എന്നും വർക്കല അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഒരു ട്രാവൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ
വർക്കല ക്ലിഫിലെത്തി. ഇവിടെ നല്ല തിരക്കാണ്, ഒരുപാട് വണ്ടി, നല്ലൊരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ. എത്ര വണ്ടി വന്നാലും ഇടാൻ വേണ്ടിയിട്ട് നല്ല പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് അച്ഛന്മാർ മുമ്പേ പോകുന്നുണ്ട്. ഞങ്ങൾ അമ്മമാരിങ്ങനെ സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. നല്ലൊരു ആംബിയൻസ് ആണ്, എനിക്ക് തോന്നുന്നു ഒരു ഗോവൻ ആംബിയൻസ് ആണ് കുറച്ച് മുമ്പോട്ട് പോയി ചെല്ലുമ്പോൾ നമ്മുടെ ക്ലിഫിൽ കാണപ്പെടുന്നത്. ഒരുപാട് കടകളും സ്റ്റോഴ്സും ഫുഡ് ഐറ്റംസ് ആയാലും റെസ്റ്റോറൻറ്റ്സ് ആയാലും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ലൈവായിട്ട് ഫിഷ് ഏതാണെന്ന് വെച്ചാൽ വേണ്ട നമുക്കങ്ങനെ നല്ല ഫിഷ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ വർക്കല. അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈവനിങ് കുറച്ച് നേരം ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കുമായിരുന്നു. വർക്കലയുടെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ളതെന്ന് പറയുന്നത് ശിവഗിരി മഠമാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി മഠം. പിന്നെ ബ്ലാക്ക് സാൻഡ് ബീച്ച്. ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തോ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസിൻ്റെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ മണൽ ബ്ലാക്കായിട്ടായിരുന്നു കാണപ്പെടുന്നത്. അപ്പം അതാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. അതും ആക്ച്വലി ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒരുപാട് ആളുകൾ ബ്ലാക്ക് സാൻഡ് ബീച്ച് കാണാൻ പോകാറുണ്ട്. അങ്ങനെ നമ്മൾ നൈറ്റ് കുറച്ച് നേരം ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എവിടെയെങ്കിലും തപ്പി നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോരോ ഷോപ്സിലോട്ട് കയറി നോക്കി നടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രീം ക്യാച്ചർ. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഒരുപാട് ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ്സ് ആണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും ബാഗ്സ്, അങ്ങനെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട് അടുത്തടുത്ത്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വായി നോക്കി നടക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു വർക്കല ഈസ് ഫേമസ് ഫോർ ആയുർവേദ റിസോർട്ട്. ഒരുപാട് ആയുർവേദ റിസോർട്ടുകൾ വർക്കലയിലുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഫോറിനേഴ്സൊക്കെ അത് അന്വേഷിച്ച് ഇങ്ങോട്ട് വരാറുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം കിടന്നിട്ട് ഇത്രയും നാളും ഞാൻ ഇതുപോലെ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ പാപനാസ തീരത്തൊക്കെ നമ്മുടെ വാവുബലി സമയത്തൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ ഞാനങ്ങനെ ഒരു സ്റ്റേ ആയിട്ടൊന്നും ഇവിടെ നിന്നിട്ടില്ല. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ അത് ഇത്രയും നാളും മിസ്സായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഈ ഒരു വെയിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ. കണ്ട ഫിഷൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ലൈവായിട്ട് ഏത് ഫിഷ് വേണമെന്ന് കഴിഞ്ഞാൽ ചൂസ് ചെയ്ത് അവിടെ അവർ റെഡിയാക്കി തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കയറി. ഞങ്ങൾ റൂഫ് ടോപ്പിലായിരുന്നു കേട്ടോ നമ്മുടെ ഡൈനിങ്. അങ്ങനെ നമ്മൾ റൂഫ് ടോപ്പിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 10 മണി 10:30 ആയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. വർക്കലയിലെ ഫുഡ് ഐറ്റംസിൽ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത് ഫിഷ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ഫിഷ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റർ കിട്ടും നമുക്ക്. കൊഞ്ച്, കണവ, പിന്നെ അങ്ങനെ നല്ല നല്ല ഫിഷിൻ്റെ പ്ലേറ്റർ കിട്ടും. അത് നമുക്ക് അത്യാവശ്യം കുറച്ച് പേർക്ക് കഴിക്കാനായിട്ടുള്ളൊരു ഹെവി ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. ഞങ്ങൾ കയറിയ റെസ്റ്റോറൻറ്റ് ഇതായിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ താഴെ ഇരുന്നില്ല. ഇവിടുന്ന് നമുക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ റൂഫ് ടോപ്പ് ഡൈനിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിവിടെയാണ്, നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും വർക്കലയിലുള്ള ഈ ക്ലിഫിലുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ ലൈവ് മ്യൂസിക് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ ക്ലിഫിൽ പോയിരുന്നു. എനിക്കിപ്പോൾ പിന്നെ നമുക്ക് തോന്നി ജ്യൂസ് കുടിക്കാം. അങ്ങനെ ഞങ്ങൾ പിന്നെയും ജ്യൂസ് കുടിക്കാൻ വന്ന ഒരു
റെസ്റ്റോറൻ്റാണിത്. അവിടെ നല്ല അടിപൊളി പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ആ പാട്ടൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. പുള്ളി മാത്രമല്ല, അവരുടെ കൂടെ വേറെ 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു. നല്ല നല്ല പാട്ടുകൾ, നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള സോങ്സ്, നമ്മൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് സോങ്സ് ആയിരുന്നു. ഒരു നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവിടെ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഒരു പാട്ടുകളും ആ ഒരു ആംബിയൻസും ഒക്കെ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ചെന്നപ്പോൾ കണ്ടത് അവിടെ വല വിരിച്ചിട്ട് മീൻ വലിച്ചു കയറ്റുന്നൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളും കൂടി കേട്ടോ അവരുടെ കൂടെ വല പിടിക്കാനായിട്ട് കണ്ടു. അവരും വലയൊക്കെ വലിക്കാൻ സഹായിച്ചു. അങ്ങനെ സഹായിച്ചതിന് പ്രതിഫലമായിട്ട് നമുക്ക് 2 കിലോ മീനും കിട്ടി. മത്തിയായിരുന്നു, നല്ല ഫ്രഷ് മത്തി കിട്ടി. അങ്ങനെ ഒരു അടിപൊളി കാഴ്ച ഞങ്ങളവിടെ കണ്ടു. അതിൻ്റെ കൂടെ അവർ ചേരുകയും ചെയ്തു. നല്ല രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വല വലിക്കാനൊക്കെ പോകുന്നതല്ലേ. പക്ഷേ അതൊരു വൈബായിരുന്നു കേട്ടോ, അവരുടെ കൂടെ വല വലിക്കാനും. പിന്നെ നമുക്ക് നല്ല അടിപൊളി മീൻ, അതായത് കടലിൽ നിന്ന് അന്നേരം തന്നെ പിടിച്ചിട്ട മീനൊക്കെ വാങ്ങിച്ച് കിട്ടിയതും ഒക്കെ വളരെ ഒരു നല്ല രസമായിരുന്നു. മീൻപിടുത്തവും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ബ്ലാക്ക് സാൻഡ് ബീച്ചിലോട്ടാണ്. നമ്മുടെ വർക്കല ബ്ലാക്ക് സാൻഡ് ബീച്ചിനടുത്ത് തന്നെയാണ് നമ്മുടെ വർക്കല അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വർക്കല അക്വേറിയം. ഒരുപാട് മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ അടുത്ത് തന്നെ ഈ
കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല കട്ട വെയിലായിട്ടും രണ്ടെണ്ണത്തിനും പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. പക്ഷെ നമ്മൾ അതിന് മുമ്പിട്ട് അവരെയും കൊണ്ട് അക്വേറിയത്തിലൊക്കെ ഒന്ന് കയറി മീനുകളെയൊക്കെ ഒന്ന് കാണിച്ചു. രണ്ടെണ്ണം അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് നല്ല ദാഹമായിരുന്നു, നല്ല വെയിലൊക്കെ അടിക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ ഈ തെങ്ങുകൾ കാണുന്നില്ലേ, അവിടെ നിന്ന് കരിക്ക് പിച്ചുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു, വളർത്തുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നിന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെ നല്ല ഫ്രഷ് കരിക്ക് വാങ്ങിച്ചു കുടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെയും യാത്ര തുടർന്നു. ഞങ്ങൾ തിരിച്ച് കുണ്ടറ, നമ്മൾ ഹൈവേ കൂടെയാണ് പോയത്. അങ്ങനെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഏകദേശം കൊട്ടിയം എത്തി. അപ്പം അവിടെ നമ്മൾ റാമീസിൽ നിന്ന് കയറി ഫുഡ് കഴിച്ചു. കൊട്ടിയത്ത് എത്തുന്നതിന് ആ ഒരു ഏരിയയിലാണ് ഈ റമീസ് ഉണ്ടായിരുന്നത്. നമ്മൾ കൊല്ലത്തുള്ള സെയിം നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ബിരിയാണിയും ബീഫ് ഐറ്റംസും ചിക്കൻ ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു ലഞ്ച് കൂടെ കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.